കണ്ണൻ്റെ മുഖം എന്താ ഒരു സുഖമില്ലാണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ എന്താന്നുള്ളത്? ഇതിപ്പോൾ മനസ്സിലാക്കാട്ടത്. അവിടെ കണ്ടൊരു മഞ്ഞ കളർ കാണുന്നത് ആ ബലൂൺ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ. കാരണം ആ ബലൂൺ ഇത്ര ദിവസമായിട്ടും പൊട്ടിയിട്ടില്ല. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ ആ ബലൂൺ. പക്ഷെ ഇത്ര ദിവസമായിട്ട് അത് പൊട്ടിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ബലൂൺ ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും വീട് കാണാറില്ല കേട്ടോ ബലൂൺ. വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ സാധനം പൊട്ടാറുണ്ട്. ഇപ്പോൾ വണ്ടിയിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും വീട് കാണാറില്ല ചിലപ്പോൾ ഈ ബലൂൺ. പക്ഷേ ഇതെന്തോ ഇപ്പോൾ ഇത്ര ദിവസമായിട്ടും പൊട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ചുങ്ങിയെങ്കിലും പോവാറുണ്ട്. പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചുങ്ങിയെങ്കിലും പോവാറുണ്ട്. പക്ഷെ നമ്മളുടെ കണ്ണൻകുട്ടീനോടുള്ള സ്നേഹം കൊണ്ടാന്ന് തോന്നുന്നു ബലൂൺ പൊട്ടണമൊന്നുമില്ല കേട്ടോ. കല്യാണം എടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ്. അയ്യോ അത് പൊട്ടിച്ച് കളയാവോ, അവന് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ തട്ടി കളിക്കാനായിട്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ നൂല് വരുന്നത് ഒരു റബ്ബർ പോലത്തേതല്ലേ. അപ്പോൾ കയ്യുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്താലും വേദനയൊന്നും എടുക്കില്ല. ഒരു ഇതിലിങ്ങനെ കെട്ടിയിട്ട് കൊടുത്താൽ. ഇപ്പം നമ്മൾ മറ്റേ ബോളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിനൊക്കെ വള്ളിയാണ് വരെ നമ്മളുടെ ഒരു വെള്ള നൂലുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കയ്യുമ്പോൾ കെട്ടിയിട്ട് കൊടുത്താൽ ചിലപ്പോൾ നൂലായത് കാരണം അവന് പെയിൻ വരും. അപ്പോൾ ഇതാകുമ്പോൾ സേഫാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ കിടന്ന് ഭയങ്കര കളി, എപ്പോഴും അതുമ്പോൾ തന്നെയാണ് കളി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അതുമ്പോൾ തന്നെയാണ് കളി. അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിൽ കണ്ടപ്പോഴേ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും കൊടുന്ന തുണികളൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ലെന്നേ. 2 ബക്കറ്റ് ഇന്നും ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ, തോരയിടാനായിട്ട് പറ്റാണ്ട്. മഴ പെയ്തില്ലേ, അതിൻ്റെ പിന്നിൽ തുടങ്ങിയ മഴയല്ലേ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് കുറേയൊക്കെ തുണികൾ മുകളിലൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണക്കിയെടുത്തു. ഇനിയുണ്ട് കേട്ടോ, ഇന്നത്തെ കഴുകിയത് ഇപ്പോഴും തോരയിടാനായിട്ട് സ്ഥലമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അപ്പുറത്തെ പിന്നിലുള്ള അഴയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവുന്നതൊക്കെ ഉണക്കി എടുത്ത് മടക്കിയൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ തന്നെ നോർമലി മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ 7 ദിവസത്തെ 3 ആളുടെ ഡ്രസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ എത്ര ജോഡി ഉണ്ടാവും. അപ്പോൾ അതും പിന്നെ ഇവിടെ വന്നിട്ടുള്ള ബെഡ്ഷീറ്റുകൾ, നമ്മൾ കൊണ്ടുപോയ ബെഡ്ഷീറ്റുകൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അലക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ആവുന്നതൊക്കെ മടക്കലും ഉണക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നാളെ ഇത്തിരി കൂടെ തോർച്ചയുണ്ടെങ്കിൽ തുണികളെല്ലാം മടക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാൻ.